ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നിറമില്ലാത്തവർക്കും നിറം വർദ്ധിക്കാം എന്നുള്ള ആ ഒരു വീഡിയോ ടിപ്പാണ് ഞാൻ റിയലായിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിറമില്ലാത്തവർക്കാണ് അത് കുറച്ചും കൂടി, ഞാൻ പറയില്ലേ, ഫെയർ ആയിരിക്കുന്നവരെക്കാളും നിറമില്ലാത്തവരുടെ ഫേസിൽ കാണിക്കുന്നതാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ എന്താ പറയുക, ഞാൻ മുഖമൊക്കെ എൻ്റെ ഫെയറിൽ തന്നെ കാണിച്ചു തരാം. ഇന്ന് കുറച്ച് ഡിമ്മാണ്, അതായത് രാത്രി കുറച്ച് ഉറക്കമൊന്നുമില്ല. അതുപോലെ ഉറക്കമില്ലാത്തതല്ല, ഈ ചൂടിൻ്റെയൊക്കെ ആയിട്ട് AC കുറച്ച് എനിക്ക് പ്രശ്നമായതുകൊണ്ട് ഈ ചൂടൊക്കെ കൊണ്ട് ഉറക്കം കുറവാണ്. അപ്പോൾ അത് കാരണം ഫേസ് കുറച്ച് ഡള്ളാണ്. അപ്പോൾ കുറച്ച് സാധാരണയുള്ളതൊന്നും ബ്രൈറ്റ് കുറവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിറമില്ലാത്തവർക്കും എങ്ങനെ നമ്മൾ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ നിറം വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ റിയലായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇത് നോക്കുക കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കറുത്തവരെ എങ്ങനെ വെളുപ്പിക്കും എന്നുള്ളതാണ്. അല്ലാതെ വെളുത്തവരെ വെളുപ്പിക്കുന്നതല്ല കേട്ടോ, കറുത്തവരെ വെളുപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചതാണ് എൻ്റെ കയ്യിലുള്ള ഫേസ് പാക്ക് നല്ല ഫെയർ ആവുമോ, വെളുക്കുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ കറുത്തവർക്കൊക്കെ വെളുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പലരും എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യങ്ങളാണ്, നേരിട്ടും അല്ലാതെയും. അപ്പോൾ ഫേസ് പാക്ക് ഇട്ട് കാണിച്ചു തരുമോ എന്നുള്ളതാണ് ഇപ്പോൾ റിവ്യൂ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ റിവ്യൂ റിയലായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് കറുത്തവരെ അവരൊക്കെ ഇടുന്നുണ്ട്, പക്ഷെ അവരൊക്കെ യൂട്യൂബിൻ്റെ മുമ്പിൽ വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ആദ്യമേ പറയാം, കറുത്തതും വെളുത്തതും ഒന്നുമല്ല കേട്ടോ സൗന്ദര്യം, നമ്മളുടെ മനസ്സാണ് കേട്ടോ. നമ്മുടെ മനസ്സ് നല്ലതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുഖത്ത് സൗന്ദര്യം വരും. അത് കറുപ്പ് വെളുപ്പ് എന്നൊന്നുമില്ല. കറുത്ത എന്താണ്, ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് കറുത്തവരെ വെളുപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിയലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ്, എൻ്റെ കയ്യിലുള്ള ഫേസ് പാക്ക് ഒരു സീക്രട്ട് ഫേസ് പാക്കാണ്. ഞാനതിൽ പറയുന്നുണ്ട് ഓറഞ്ച്, പപ്പായ സീഡ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നല്ല കാര്യങ്ങൾ, കെമിക്കലൊന്നുമില്ല, നല്ല ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നല്ല ഫെയർ ആവും, നല്ല സ്മൂത്ത് ആവും, അതിട്ട് കഴിഞ്ഞാൽ നല്ല ഉറക്കം വരും, അങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കറുത്തവർ വെളുക്കും കേട്ടോ. വെളുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്തവർ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് വരും. ഡെയിലി യൂസ് ചെയ്യാം, കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യാം, പ്രസവിച്ച കുട്ടികൾക്ക് യൂസ് ചെയ്യാം. അതിലൊന്ന് മാത്രമേ സൂക്ഷിക്കേണ്ടതുള്ളൂ, റോസ് വാട്ടർ ആഡ് ചെയ്യണം. പൂജയ്ക്ക് ഒഴിക്കുന്ന റോസ് വാട്ടർ അല്ല, ഗ്ലിസറിൻ പ്ലസ് അല്ല, എന്താ പറയുക, ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോറിലും ഫാൻസി സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അത് ഈ രണ്ടും ചേർന്നത് വേണം വാങ്ങിക്കാൻ, സെപ്പറേറ്റ് വാങ്ങിക്കേണ്ട. അത് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ പൂജയുടെ ഒഴിക്കുന്ന ആ റോസ് വാട്ടറൊക്കെ എടുത്തു തരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാം, ഞാനൊക്കെ വല്ലപ്പോഴും എനിക്ക് അത്ര എന്താണ് ഈ വേണ്ടാത്തത് കൊണ്ട് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെയാണ്, മാസത്തിലൊരിക്കലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് അലർജി മെയിനായിട്ട് പോകാൻ, ഏത് അലർജി ഉള്ളവർക്കും ഈ റോസ് വാട്ടർ പ്ലസ് ഗ്ലിസറിൻ ചേർത്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലർജി ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിൽ നല്ല എന്താ പറയുക, സ്ക്രബ് പോലെ നമ്മൾ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് സ്ക്രബ് പോലെ ചൊറിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴുകിക്കളയാം. നല്ല സ്മൂത്ത് ആയിരിക്കും, ഫേഷ്യലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഒറ്റൊരു ഫേസ് പാക്ക് മാത്രം മതി നിങ്ങൾക്ക്. വേറെ എവിടെയും ഇതിന് വേണ്ടിയിട്ട് കാശും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ എല്ലാം റിയലായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട്, ഞാൻ ഇന്ന് അത് ചെയ്തതാണ് കുളിച്ച് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് കണ്ടോ, വീഡിയോയ്ക്ക് മുമ്പിൽ നിൽക്കുന്നു. ഇതിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, പൗഡറോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ആ ഫേസ് പാക്ക് മാത്രം ഇട്ടിട്ടാണ് കഴുകിക്കളഞ്ഞിട്ടാണ് നിൽക്കുന്നത്, ഒന്നുമേ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ റിയലായിട്ട് ഞാൻ ഗ്ലാസ് വയ്ക്കുന്നത്, എനിക്ക് ഈ എന്താ പറയുക, അക്ഷരങ്ങളും ഓഫ് ചെയ്യുന്നതും ഒക്കെ കാണുന്നത് ഒരു മങ്ങിയതായതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നത് കേട്ടോ, റീഡിങ് ഗ്ലാസ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ അതിനായിട്ട് ഞാൻ ശരിക്കും കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഫേസിലൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഞാൻ പറയില്ല, എൻ്റെ അലോവേറ സോപ്പിട്ട് നല്ല ക്ലിയർ ആയിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് മാത്രം വന്നിട്ടുണ്ട്. ഇത് ലൈവായിട്ടുള്ളതാണ്, അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ കണ്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഫേസ് പാക്കാണ് കേട്ടോ. ഇതൊരു സീക്രട്ട് ഫേസ് പാക്കാണ്, കെമിക്കലൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടും അത് കാണിച്ചു തരുന്നില്ല, ഇങ്ങനെ ഇട്ട് കാണിച്ചു തരുന്നില്ല പറഞ്ഞിട്ടാണ് കുറച്ച് പേര് കമൻറ്റ് ഇട്ടത്. അപ്പോൾ നിറം എങ്ങനെ വർദ്ധിക്കും എന്നുള്ളത് ചോദിച്ചപ്പോഴാണ് ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ ഫേസ് പാക്ക് ആവശ്യമുള്ളവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ മുഖത്തിന് ആവശ്യമുള്ളത്, ഞാനിപ്പോൾ 1 സ്പൂണാണ് എടുത്തിട്ടുള്ളത്, ഉണ്ടോ, 1 സ്പൂണ്. അപ്പോൾ ഇതിൽ റോസ് വാട്ടറാണ് മെയിനായിട്ട് നിങ്ങൾ ഒഴിക്കേണ്ടത്. എൻ്റെ കയ്യിൽ ഇല്ല, തീർന്നു. അപ്പോൾ അത് കാരണം ഞാൻ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കുന്നുണ്ട്. കുറച്ച് ഞാൻ ലൂസായിപ്പോയി, പക്ഷേ നിങ്ങൾ കുറച്ച് കട്ടിക്ക് എടുക്കുക കേട്ടോ. ഇത്രയല്ല, കുറച്ചും കൂടി കട്ടി വേണം. അപ്പോൾ നിങ്ങൾ റോസ് വാട്ടർ തന്നെ വേണം, പൂജയ്ക്കുള്ള റോസ് വാട്ടർ പാടില്ല. ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോറിലൊക്കെ അല്ലെങ്കിൽ ഫാൻസി സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിയിട്ട് അത് വേണം ഇതിൽ മിക്സ് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് കേട്ടോ നമ്മുടെ ഫേസിൽ
കഴുത്തിൽ, കയ്യിൽ, എവിടെ വേണമെങ്കിലും പാദത്തിൽ, നിങ്ങൾക്ക് എവിടെ ശരീരത്തിലെ മുഴുവൻ ഭാഗത്ത് തലയിൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവിടെയും തേക്കാൻ നല്ല നിറം വർദ്ധിക്കും. ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതിന് കുറച്ച് ഒഴിച്ചപ്പോൾ ലൂസായിപ്പോയി, കുറച്ച് തിക്ക് വേണം കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് ഫേസിലൊക്കെ എന്തായാലും ഞാൻ ഒരു മാസമൊക്കെ ഞാനങ്ങനെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാസത്തിലൊരിക്കൽ സമയം കിട്ടുമ്പോൾ അടുക്കള പണിയുടെ ഇടയിൽ കൂടി ഇങ്ങനെ കലക്കിയിട്ട് അങ്ങോട്ട് തേക്കും കേട്ടോ. ഞാനിപ്പോൾ വെള്ളമാണ് എടുത്തത്, ഇതെങ്ങനെ തേച്ച് കൊടുക്കുക. ഇത് കുറച്ച് ലൂസായിപ്പോയി, നിങ്ങൾ കുറച്ച് കട്ടിക്ക് എടുക്കുക കേട്ടോ. എല്ലാവിടെയും തേക്കുക. കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് ഉള്ളവർക്കൊക്കെ നിറയെ തേക്കുക, കണ്ണിൻ്റെ അകത്ത് പോകരുത്. എൻ്റെ മുകളിലൊക്കെ തേച്ച് വിടുക കേട്ടോ. താഴത്തുനിന്ന് മുകളിലോട്ട് വേണം തേക്കാൻ കേട്ടോ. ഞാൻ കയ്യിൽ തന്നെയാണ് ഞാൻ കയ്യിലാണ് എല്ലാം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കയ്യിലാവുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ബ്രഷിലോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ ഇടുക കേട്ടോ, കഴുത്തിലും ഒക്കെ ഇടുക. അപ്പോൾ ഞാൻ കുളിച്ച് വന്ന കാരണം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയൊന്നും പുരട്ടുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നല്ല നിറം വർദ്ധിക്കും. എന്നിട്ട് ഇത് കഴുകുമ്പോൾ സ്ക്രബ് ചെയ്ത് ഉണങ്ങുമ്പോൾ 5 മിനിറ്റ് ഇട്ട് നല്ല ഉണങ്ങി വരുമ്പോൾ സ്ക്രബ് ചെയ്ത് കഴുകിക്കളയുക കേട്ടോ. അപ്പോൾ നല്ല ബ്രൈറ്റ് ആകും. ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിറമില്ലാത്തവർക്ക് നിറം വർദ്ധിക്കും. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇത് നല്ല യൂസ്ഫുള്ളാണ്, ജനിച്ച കുട്ടികൾക്ക് വരെ യൂസ്ഫുള്ളാണ്. അതുകൊണ്ടാണ് ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്യാൻ പറയുന്നത്. അത് അലർജി കംപ്ലീറ്റ് മാറ്റും കേട്ടോ. സാധാരണ വെള്ളത്തിലാവുമ്പോൾ അലർജി ഉള്ളവർക്ക് പ്രശ്നമാവും. അപ്പോൾ ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ വേണം വാങ്ങിച്ച് അതിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ. പൂജയ്ക്കുള്ള റോസ് വാട്ടർ ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ധൃതി പിടിച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തുടച്ചെടുക്കാനായിട്ട് നിങ്ങൾ സ്പോഞ്ച് നിങ്ങൾ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യുക. പക്ഷേ ഞാനൊരു ട്രിക്ക് കേട്ടോ, ഇത് ഷിഫോണിൻ്റെ തുണിയില്ല, കുറച്ച് പരിപരുത്ത പോലെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഏത് പ്ലെയിൻ തുണി, കളറ് പോകാത്ത തുണി നിങ്ങൾ എടുത്ത് വെച്ചോളൂ കേട്ടോ. നമ്മളിപ്പോൾ വില കൊടുത്ത് സ്പോഞ്ച് വാങ്ങുമ്പോൾ ആ സ്പോഞ്ച് നമ്മൾ കുറേ കഴിയുമ്പോൾ കളയേണ്ടിയൊക്കെ എന്താ പറയുക, ക്ലീൻ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല, എങ്ങനെയും രോഗാണുക്കളുണ്ടാവും. അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഷിഫോണിൻ്റെ തുണിയിൽ കുറച്ച് പരിപരിപ്പുണ്ടാവും. അപ്പോൾ അത് നനച്ചിട്ട് നമുക്ക് തുടച്ചിട്ട് ഇത് നമ്മൾ സോപ്പിട്ട് എത്ര കാലം വേണമെങ്കിലും നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് യൂസ് ചെയ്യാം. ഈ ട്രിക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. എല്ലാവരും വീഡിയോയിൽ നല്ല ടവലോ അങ്ങനെ ടിഷ്യൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടോ. ഇതൊരു നല്ലൊരു ട്രിക്കാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും. ഒരുപാട് റഫ് ചെയ്ത് തുടയ്ക്കരുത്, മെയിൻ കുറച്ച് മൈൽഡായിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു സ്ക്രബിങ് എഫക്റ്റും കിട്ടും, നല്ല ക്ലീനായിട്ട് വേഗം വരും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പൈപ്പിൽ എനിക്ക് ഒറ്റ കയ്യിൽ പിടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ആദ്യം എങ്ങനെ ചെയ്യുക കേട്ടോ. ഇതൊക്കെ ആരെയും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ വീഡിയോയിൽ കണ്ടിട്ടില്ല. ഈ കയ്യിൽ മൊബൈൽ പിടിക്കുന്നതുകൊണ്ടാണ് ഷെയ്ക്ക് ആകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് വേണം തുടയ്ക്കാൻ. അപ്പോൾ ഈ തുണി കുറച്ച് സ്പോഞ്ചിൻ്റെ അതേ എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് തുടച്ചെടുക്കും കേട്ടോ, നല്ലൊരു എഫക്റ്റ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ 1 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. നല്ലോണം ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾ പട്ടിക്കിട്ടിട്ട് നല്ല ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ തുണി ഒരു ട്രിക്കാണ്, അപ്പോൾ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നല്ല ബ്രൈറ്റായി വരും കേട്ടോ. ഇത് എൻ്റെ ഒരു സീക്രട്ട് ഫേസ് പാക്കാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വാങ്ങുക, നല്ലൊരു നിറം വരും. എല്ലാ ദിവസവും ഇടാം. ഇപ്പോൾ നമ്മൾ പണ്ട് ചന്ദനത്തിൻ്റെ മുട്ടിയൊക്കെ ഉരച്ച് എല്ലാ ദിവസവും ഇടില്ല, ഞാനൊക്കെ അങ്ങനെ ശീലിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി ഇതാണ് തുണി കേട്ടോ, ഫോണിൻ്റെ. അപ്പോൾ ഇതിൽ തുടയ്ക്കുമ്പോൾ നല്ലൊരു സ്ക്രബും കിട്ടും, സ്ക്രബും ഫീൽ ചെയ്യും, നല്ലൊരു ബ്രൈറ്റായിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ തുണി കേട്ടോ. അപ്പോൾ തുണി ഈ ടിപ്പ് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായില്ല. ഇത് നമ്മൾ എത്ര കാലം വേണം, ഇതൊക്കെ എനിക്ക് 1 വർഷമായിട്ടോ. അപ്പോൾ ഞാനിത് വെയിലത്തിട്ട് ഉണക്കി ചിലപ്പോൾ അയൺ ചെയ്തൊക്കെ വെക്കും. ഈ തുണിയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം കിട്ടിയാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ഈ ടിപ്പ് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ശരിക്കും ഞാൻ മുഖമൊക്കെ തുടച്ചിട്ട് അപ്പോൾ കണ്ടില്ലേ, ഇതാ നേരത്തെ ഉള്ള ഫേസും ഇപ്പോഴത്തെ ഫേസും കണ്ടില്ലേ. പിന്നെ ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അധികം യൂസ് ചെയ്യില്ല. ചിലപ്പോൾ പൗഡർ ഇടും, ചിലപ്പോൾ പൗഡർ ഇടില്ല, അങ്ങനെയാണ്. ഫേസ് പാക്കൊന്നും ഞാൻ അധികം എനിക്ക് ആവശ്യം വരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഞാൻ കെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് നിറമുള്ളവർക്ക് അല്ലെങ്കിൽ ഡള്ളായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് കറുത്ത നിറമൊക്കെ ഇല്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒന്ന് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഡെയിലി യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, വേണ്ടവർ എന്നോട് കൊറിയർ അയച്ച് തരാം ആവശ്യപ്പെടുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. ഇത് ഞാൻ ഇടാൻ കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫേസ് പാക്ക് കയ്യിലുണ്ട്, ഇട്ട് കാണിച്ചു തരുമോ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ കമൻറ്റ് ചെയ്താലേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരു ഡോപ്പമായി, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തുറന്ന ഒരു പുസ്തകം പോലെ നമുക്ക് ഒരു സന്തോഷം വരും മുഖത്ത് കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ.